ദീപം 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 അല്പനിമിഷത്തിനുള്ളിൽ നാം എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഭാഗവത മാഹാത്മ്യ പാരായണം ആരംഭിക്കുന്നതാണ്. ജഗദ്ഗുരുവായ എല്ലാവരുടെയും അന്തരാത്മാവായ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമൂർത്തിയായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ പാതാരങ്ങളെ അനുഭവപ്പെടുന്നതാണ്. ഗുരുവായൂരപ്പന്റെ ആജ്ഞ പോലെ ഭാഗവതത്തെ ഒരു ആജ്ഞയെ കൊണ്ടു നടന്ന് അവസാനം ഗുരുവായൂരപ്പന്റെ പാതാരങ്ങളിൽ വിലീനനായ ശ്രീ ആനന്ദ് കൃഷ്ണപൂജയുടെ പാതാരങ്ങൾ ആദരണീയരായ എല്ലാ അധ്യക്ഷന്മാർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഭാഗവത പ്രേമികൾക്കും എൻ്റെ അനന്ത 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 ഭഗവാൻ ഇന്ന് നമ്മുടെ മുന്നിൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പ്രത്യക്ഷമായ വിഗ്രഹ രൂപത്തിലുണ്ട്. പൂന്താനവും ഭട്ടതിരിപ്പാടും കുറൂരമ്മയും വില്ലമംഗലവും അനന്തം മഹാത്മാക്കളും നമ്മളെപ്പോലുള്ള സഹസ്രം ഭക്തജനങ്ങളും കണ്ണുകൊണ്ട് കണ്ടെടുക്കുക. അത് കണ്ണുകൊണ്ട് കാണുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു രൂപമുണ്ട് ഭഗവാനെ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അന്തരാത്മാവിന്റെ രൂപത്തിൽ. ഭഗവാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ രൂപത്തിൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഋഷീശ്വരന്മാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഭഗവാൻ ഇന്ന് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ മുന്നിൽ വിഗ്രഹ രൂപത്തിലും മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അന്തരാത്മാവിന്റെ രൂപത്തിൽ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ അർജുനനോട് പറയുന്നു, അർജുന, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്തമേവ ച അഹം ആത്മാ. ഭഗവാൻ ആത്മാവായി കൂടുന്നത്. ആരെങ്കിലും മോശക്കാരാണോ? ആരെങ്കിലും മോശക്കാരാണോ? എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ അന്തരാത്മാവായി. എന്നിട്ടെന്തേ നമുക്ക് ദുഃഖങ്ങളും പരിഭവങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും? ശ്രീ ബാലകൃഷ്ണൻജി പറഞ്ഞ ഭാഗവതം കേട്ട ഗുണമുണ്ട്. കാരണം 7 ദിവസം ഭാര്യ വീട്ടിൽ വയ്ക്കുക. അങ്ങനെയാ അവരത് ഭാഗവത സപ്താഹം. മനസ്സിലായി? 7 ദിവസം ഭാര്യയുടെ ബുദ്ധിമുട്ടാക്കില്ല. അപ്പൊ നമ്മളൊക്കെ ഭാഗവതം കേൾക്കുന്നത് വാസ്തവത്തില് ഒരു കുട്ടി വല്ലതും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ കുട്ടികളുടെ പുറത്ത് തട്ടാറ്. ആ ഒരു പേടിയിൽ നിന്ന് മനസ്സുകൊടുക്കാൻ നിങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഇതുപോലെ ശ്രീമദ് ഭാഗവതം നമ്മുടെ പുറത്ത് തട്ടുക. വാസ്തവത്തിൽ അത് ശരീരത്തിലല്ല തട്ടുന്നത്, മനസ്സിൽ തട്ടിക്കുക, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ആരും മോശക്കാരല്ല. അത് നമുക്കറിയാം, നമ്മൾ മോശക്കാരല്ല എന്നുള്ളത്. നമ്മുടെ സ്വഭാവം കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ട്, തേജസ് കൊണ്ട്, നമ്മുടെ ധൈര്യം കൊണ്ട് നമ്മൾ മോശക്കാരല്ലാത്ത വിധത്തിലാക്കി തീർക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു ശക്തി പകരാൻ, തേജസ് പകരാൻ, ഉന്മേഷം പകരാൻ, ഊർജം പകരാൻ ഭാഗവതം പുറത്ത് തട്ടണം. അതാണ് ഭാഗവതത്തിന്റെ വലിയൊരു ശക്തി. 5 വയസ്സുള്ള കുട്ടി മാനസികമായി തളർന്നപ്പോ ഒരമ്മ ഉണ്ണിയുടെ പുറത്ത് തട്ടുന്ന പോലെ പറയുന്നത്, ഉണ്ണി തളരരുത്, തളരരുത്. ഈ ഒരു വാക്ക് തളരരുത് നമ്മളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കാണ്, തളരരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ കൺട്രോൾ പോകുന്ന സമയം, ചില പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് നഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുന്നവർ വിട്ടുപോകുമ്പോൾ, അതൊക്കെ നമ്മളെ മാനസികമായ ഒരു നിമിഷം തളർത്തിക്കളയും. കേൾക്കാൻ കൊതിക്കുന്ന വാക്കാണ് തളരരുത്. എല്ലാവരും കൊതിക്കുന്ന വാക്കാണ്.
പക്ഷെ ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തു നിന്ന് കേൾക്കാൻ പ്രതീക്ഷിക്കുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കെന്നോട് പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായിരുന്നു. ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഭാര്യ, ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഭർത്താവ്, മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛനമ്മമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു മക്കൾ. അതല്ലേ ശരി? അമ്മ ഒരു വാക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ മക്കൾ ഞങ്ങളോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തളരുകയില്ല എന്ന് പറയുന്നത് എത്രയാണ്. അവിടെയാണ് നമ്മളോട് ശ്രീമദ് ഭാഗവതം പറയുന്നത് തളരരുത് എന്നിങ്ങനെ വെറുതെ പറയല്ല. ഇതൊരു സാധാരണ വ്യക്തി പറയുന്ന പോലെയല്ല തളരരുത്. ഇത് നമ്മളെ ശരിക്കും ഉയർത്തി കാണിച്ചു തരും. എങ്ങനെയാണ് തളരാതിരിക്കുക? തളരാത്തൊരു മനസ്സ് നേടാൻ മനുഷ്യന് സാധിക്കൂ. ഇന്ന് ലോകം മുഴുവൻ അതാ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഇന്ന് മനുഷ്യനെ തളർത്താൻ ഓരോ ദിവസവും പുതിയ 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 രോഗങ്ങൾ കടന്നു വരുന്നു. ഇന്നിപ്പോ പേപ്പറിൽ ഒന്നാണോ അറിയാം, അരിവാൾ രോഗം. ഇതുവരെ പല പാർട്ടികളുടെ ചിഹ്നമായിട്ടാണ് ഞാൻ അരിവാൾ കണ്ടത്. ഇനിയിപ്പോ അതൊരു രോഗമായിട്ട് വരുമെന്നാണ് പറയുന്നത്. നോക്കുക, വീട് അടച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? ഇന്ന് വീടുണ്ടാവില്ല അല്ലെ? ശരിയല്ലേ? അസുഖങ്ങള്, അതുപോലെ തന്നെ എപ്പോ എന്ത് എവിടെ എങ്ങനെ 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 ഒന്നും പറയാൻ സാധിക്കില്ല. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ജീവിത അനുഭവത്തിന്റെ ഇടയിൽ ഭാഗവതം നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് തളരാത്ത വിധത്തിൽ ജീവിക്കണം. എല്ലാ പ്രതിസന്ധികളുടെ ഇടയിൽ, എല്ലാ പ്രയാസങ്ങളുടെ ഇടയിൽ തളരാത്തൊരു മനസ്സ്, ഒരു ഊർജ്ജമുള്ളൊരു മനസ്സ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? അതിനാണ് 7 ദിവസം നിങ്ങളോട് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രയത്നം അതാണ്. 7 ദിവസം കൊണ്ട് തളരാത്തൊരു മനസ്സ് നേടിയെടുത്തിട്ട് വേണ്ടത് പോകാൻ. വേണ്ടതല്ലേ? വേണ്ടതാണോ? മരണത്തിന്റെ മുമ്പിൽ പോലും തളരരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭാഗവതം. മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തളർന്നു പോയ ഒരു മനുഷ്യന്, നമ്മളൊക്കെ മരണം എന്ന് പറഞ്ഞാൽ കേട്ട തളരും ഇല്ലേ? ഡോക്ടർ പറയുകയാണ്, ഒരാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ നോക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കായിരുന്നു. തളരില്ലേ? ഉണ്ടോ ഇല്ലയോ? തളരാത്തവരാരുണ്ട്? നമ്മളെയൊക്കെ തളർത്താൻ ചെറിയ 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 കാര്യങ്ങൾ മതി. അമ്പലത്തിൽ പോയാൽ വേഗം തളരുന്ന ചെരുപ്പ് കാണാതെ വരുമ്പോഴാണ്. ശരിയല്ലേ? ഇപ്പം പലരും അതന്നെ വെച്ചിരിക്കുന്നത്. ചില ചെരുപ്പൊക്കെ പിടിച്ചിട്ട് അവിടെ വന്നിരിക്കുന്ന അവസ്ഥ. ചെറിയ 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 കാര്യങ്ങൾ മതി നമ്മളെ തളർത്താൻ. ഞാൻ നോക്കുമ്പോഴല്ലോ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് നിസ്സാര കാര്യങ്ങൾ തളരുന്നവരാണ്. പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ തളരും. ഇപ്പൊ ഓണസദ്യയുടെ കഴിഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ, വലുതൊന്നുമല്ല. ഇനിയിപ്പോ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ തളരും. 7 ദിവസം എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ വിചാരിക്കണം, ആരും ഉറങ്ങാതെ ഇരിക്കരുത്, എല്ലാവരും റൂമിൽ പോയി ഉറങ്ങൊക്കെ വേണം. കഴിഞ്ഞ പ്രാവശ്യമാണ് തോന്നുന്നു 3 മണിക്കൊക്കെ ആളുകൾ റൂം ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അടുത്ത വർഷമെങ്കിലും നമുക്ക് വലിയൊരു ഹാള് വേണം. എത്ര ആളുകൾ വന്നാൽ എത്ര ആളുകൾ കൊള്ളാൻ പറ്റുക. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും നമ്മളെ തളർത്താനുള്ള ശക്തികൾ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഓണമായിരുന്നു അല്ലേ? ഈ പലരും ഉണ്ടല്ലോ ഓണത്തെ കുറിച്ച് തെറ്റായ ധാരണ. എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത്, ഞാൻ ഷിക്കാഗോയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയുന്നു, ഈ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനാവതാരത്തെ പോലുള്ള, ഈ വാമനാവതാരത്തെ കുറിച്ച് താഴ്ത്തി കെട്ടിക്കൊണ്ട് പറയുന്നത് കഷ്ടം തോന്നി, വിഷമം തോന്നി. വാമനാവതാരം വന്നിരിക്കുന്നത് നല്ലവനായിരിക്കുന്ന ഒരു മഹാബലിയെ ചവിട്ടിത്താഴ്ത്താനാണ്. നോക്കൂ, ഇത്രയും ആളുകളോടുണ്ടല്ലോ, ഇനി മുതലെങ്കിലും നമ്മൾ പറയരുത് ഇതാരോ വിദേശികൾ എഴുതി വെച്ച ഒരു പുസ്തകമാണ്. ഇത് ഈ വാമനാവതാരം മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത്. ശ്രീമദ് ഭാഗവതമാണ് ഈ കഥ പറഞ്ഞു തരുന്ന ഗ്രന്ഥം. ഈ ഭാഗവതത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മഹാബലിയെ ഭഗവാൻ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല. ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചുയർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ അത് പ്രചരിപ്പിക്കണം. കാരണം കേരളത്തിൽ ഇന്നിപ്പോ 2 കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഓണാഘോഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴല്ലോ വളരെ വിഷമം തോന്നും. മാവേലി നാട് വാണിയും കാലം മനുഷ്യരെല്ലാരും അന്ന് ഒരുപോലെ ഇരുന്നു. ഇന്നിപ്പോ മാവേലിയുടെ സ്മരണയിൽ ഒരുപോലെ കാണുന്ന സാധനം അകത്തേക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ സാധനം വിറ്റുപോകുന്നത്.
അങ്ങനെ ഒരു മദ്യപാനത്തിന്റെ ഒരു അടിമത്വത്തിലേക്ക് ഈ ഓണാഘോഷം നീങ്ങുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇത്ര കോടി രൂപയുടെ സെയിൽസ് നടത്തിയിട്ടാണ്. അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് തന്നെ ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കേണ്ടത്. ഈ മഹാബലി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊരു വ്യക്തിയല്ല. നമ്മുടെ ഋഷീശ്വരന്മാര് വെറും കഥ പറയുന്നവരായിരുന്നില്ല. ഒരു കഥയുടെ പിന്നിൽ തത്വങ്ങളുണ്ടെന്നും അത് ജീവിതത്തെ പരിവർത്തനം വരുത്തുന്നവരാണെന്നും പറയുമ്പോഴുണ്ടല്ലോ, അതിനൊരു വലിയ മഹത്വമുണ്ട്. ഞാൻ അമേരിക്കയിലായിരുന്നു കഴിഞ്ഞ മാസത്തിൽ. അപ്പൊ ഈ ഓണത്തെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്ന ഈ ഭാഗവതം വായിച്ചിട്ടുണ്ടായ ഒരു ആശയമാണ്. ഞാൻ അവരോട് പറഞ്ഞു, മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. മഹാബലി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രതീകമാണ്. സ്വാർത്ഥതയെ തിരിച്ചുകൊണ്ട് ഉള്ളതിനെ പങ്കുവെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ ഒരു മഹാനാണ് മഹാബലി. അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് സദ്യ ഒരുക്കുന്നത്, ഓണസദ്യ നടത്തുന്നത്. കൊടുക്കുന്നതിൽ സന്തോഷം, പങ്കുവെക്കുന്നതിൽ സന്തോഷം. നമുക്ക് ഇതര മതങ്ങളൊക്കെ ഈ എന്താ പറയാ, കൊടുക്കുന്നതാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നതിന്റെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നു. കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും അവരാണ് മഹാബലിമാര്. ബലി ചെയ്യേണ്ടത് മൃഗങ്ങളെയല്ല, ബലി ചെയ്യേണ്ടത് അവനവന്റെ ഉള്ളിലുള്ള മൃഗസംസ്കാരം. മൃഗസംസ്കാരം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് എപ്പോഴും എടുത്തു വെക്കുന്ന ഒരു സംസ്കാരമാണ്. ആ എടുത്തു വെക്കുന്ന സംസ്കാരത്തെ ബലി ചെയ്തുകൊണ്ട്, അതാണ് മഹാബലി. സാക്രിഫൈസ്, ഏറ്റവും ബിഗസ്റ്റ് സാക്രിഫൈസ്. എന്തിനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? അവനവന്റെ ചില സ്വഭാവങ്ങൾ കൊടുക്കുന്നതിൽ സന്തോഷം. ശരിയല്ലേ? ഇത് ലോകത്തിന് പറഞ്ഞ് പഠിപ്പിക്കാൻ. മഹാബലി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. മഹാബലി എന്ന് പറയുന്നത് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മഹാന്റെ ഒരു മനസ്സിന്റെ പ്രതീകമാണ്. മഹാബലി എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന, ഇന്നത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പഠിക്കുന്ന മഹാബലിയിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും മനസ്സ് നഷ്ടപ്പെടരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് 2 അടി അളന്നെടുത്തപ്പോ സർവസ്വവും നഷ്ടപ്പെട്ടു. ഒന്നും അദ്ദേഹത്തിനെ മാനസികമായി തളർത്തിയില്ല. ഭാഗവതത്തിലെ വരികൾ ഇങ്ങനെയാണ്: നാദിപ്രീരേ നജബ്രതേന. ഇന്ന് സാമ്പത്തിക നഷ്ടം വരുമ്പോ, കുടുംബ ബന്ധങ്ങളിൽ തകർച്ച വരുമ്പോ ആത്മഹത്യകളിലേക്ക് നീങ്ങുന്ന ഒരു കുലം, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ പത്രത്തിൽ വായിച്ചോന്നറിയില്ല, സങ്കടം തോന്നും. ഗൾഫിൽ ജോലിക്ക് പോയ ഒരു കുടുംബം ആത്മഹത്യകളിലേക്ക്, മുഴുവൻ കുടുംബവും വിഷം കഴിച്ച് മരിച്ചു. നിങ്ങൾ വായിച്ചോന്നറിയില്ല, പത്രത്തിൽ വലിയൊരു ന്യൂസാണ്. എത്ര ആളുകള് ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലോ തളർന്നുകൊണ്ട് ജീവിതം തകർക്കുന്നവര്. അവരറിയുന്നില്ല ഈ മഹാബലി എന്ന് പറയുന്ന ഒരു മഹാൻ ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നെന്നും ആ മഹാബലി നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ വലിയൊരു പാഠമാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഏത് നഷ്ടപ്പെടരുത്? സ്വന്തം മനസ്സ്. സ്വന്തം മനസ്സ് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സിനേക്കാളും വലിയൊരു സമ്പത്ത് ലോകത്തിൽ ഇല്ല ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന. നമ്മൾ ഇന്നത് മനസ്സിലാക്കി. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. നമ്മുടെ വീടുകളിലും വിദ്യാഭ്യാസത്തിൽ നോക്കും നിങ്ങൾ. അച്ഛനമ്മമാര് പറയുന്നു എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, അല്ലേ? എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അച്ഛനമ്മമാർ. എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ആരും പറഞ്ഞു തരുന്നില്ല ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്, എന്ത് ചിന്തിക്കണം എന്നാരും പറഞ്ഞു തരുന്നില്ല. അവിടെയാണ് ഭാഗവതത്തിന്റെ മഹത്വം. മഹാബലിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും വലിയൊരു സമ്പത്ത് നമ്മുടെ ഓരോരുത്തരുടെയും എന്ത് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അത് നമുക്ക് ഈ ഭാഗവത സപ്താഹത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സാണ് സമ്പത്ത് എന്നുള്ളത് നമുക്ക് നല്ലോണം മനസ്സിലാവും. അതിപ്പോ മനസ്സിലാക്കി, കുറെ കഴിഞ്ഞാലേ മനസ്സിലാവും. കാരണം സമാധാനമൊക്കെ പോയി അങ്ങനെ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് ഓരോരുത്തരും ഓർക്കുക, അന്നൊക്കെ ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നീ കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷെ ഇനിയിപ്പോ അത് മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിനെ നഷ്ടപ്പെടാത്തൊരു ജീവിതം നമുക്ക് നേടിയെടുക്കും. വേണ്ടതന്നെയല്ല, വേണ്ടതാണ്. നമ്മളെ പഠിപ്പിക്കണം, ലോകത്തെ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉത്കൃഷ്ടമായി തീരുന്നത്. നോക്കൂ, ഈ ഭഗവാൻ ഗുരുവായൂരപ്പൻ എത്ര ആളുകളുടെ മനസ്സിന് ശക്തി കൊടുത്തൊരു പരമപൂജനീയനായ ഒരു ഗുരുവാണ്, അല്ലേ? തളർന്നു പോയൊരു മനസ്സുമായി ഇവിടെ എത്തിച്ചേർന്ന ഒരു ഭട്ടതിരിപ്പാണ്. ഈ ഗുരുവായൂരപ്പന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നാരായണീയം പറഞ്ഞ് അവസാനം തളരാത്തൊരു മനസ്സ് നേടിയെടുത്തു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ?
വാതരോഗം കൊണ്ട് തളർന്നു പോയ ഭട്ടതിരിപ്പാട് അവസാനമായപ്പോഴേക്കും 100 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറയുന്നത് യോഗേന്ദ്രാണം തദംഗേഷധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിരം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാഹം പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. ഇപ്പോഴെന്റെ മനസ്സ് മുഴുവൻ ഭഗവാനെ അവിടുത്തെ പാതാരത്തിൽ എന്റെ വാദരൂപ ചിന്തയിൽ നിന്നും എന്റെ മനസ്സിനെ ഞാൻ മാറ്റിയെടുത്ത് എന്റെ എല്ലാ മനസ്സിന്റെ തളർച്ചയും മാറ്റിക്കൊണ്ട് ഞാനിതാ ഇന്ന് എന്റെ മനസ്സിനെ അവിടുത്തെ പാതാരവിന്ദത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് പരമാനന്ദ സന്തോഷലക്ഷ്മി. ഇപ്പോഴെനിക്ക് ദുഃഖങ്ങളില്ല, എനിക്ക് വിഷമങ്ങളില്ല, എനിക്ക് പരിഭവങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഇപ്പോഴെനിക്കുള്ളത് പരമാനന്ദ സന്തോഷലക്ഷ്മി. പരമാനന്ദ സന്തോഷം വളർന്നു പോയൊരു സ്ഥലം ഉയർത്തിയെടുക്കാൻ ഇതുപോലെ നമ്മുടെ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മഹത്തായ സന്ദേശമാണ് ഈ ഓണം എന്നത്. ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം എന്തായിരിക്കണം? എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെടരുത്? മനസ്സ് നഷ്ടപ്പെടരുത്. കാരണം മനസ്സ് നമ്മുടെ കയ്യിലുള്ളത്, മറ്റൊന്നും നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ വലിയൊരു മറ്റൊരു പാഠം മഹാബലി നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനുണ്ടല്ലോ ഒരു നഷ്ടപ്പെടാത്ത മനസ്സിനെ ഇനിയും വലുതും നേടിയെടുക്കാൻ പറ്റും. അതിനാണ് നമുക്ക് വിനയം വേണ്ടത്, അതിനാണ് നമുക്ക് മനസ്സിൽ ഭക്തി വേണ്ടത്. ഇനിയും നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും. അമ്പലത്തിൽ വരുമ്പോഴല്ലോ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കരുത്. ഇനിയും ഭഗവാനെ ആ രൂപത്തെ നോക്കിക്കൊണ്ട് പറയണം, ഭഗവാനെ അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഇനി എന്താ നേടിയെടുക്കാൻ പ്രയാസം? ഇതാണ് ഇനിയും നേടിയെടുക്കാനുള്ളത്. അതുകൊണ്ട് മഹാബലി ഉണ്ടല്ലോ തളരാതെ തന്റെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ വെച്ചപ്പോ മഹാബലിക്ക് നഷ്ടമല്ല ഉണ്ടായത്, മഹാബലിക്ക് നേട്ടമാണ് ഉണ്ടായത്. ക്ഷേത്രത്തിൽ വരുന്നവർ തളരാൻ പാടില്ല. ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഇനിയും ഉയരണം. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത് മുഴുവൻ നടക്കുന്നില്ല. കാരണം അത് തൊഴുതു പോകുന്നതിൽ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ പോവുകയാണ്. അവരെ പഠനത്തിലേക്ക് വരുന്നില്ല, വിചാരത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഭാഗവതത്തിൽ പറയും, ആചാരവും വേണം, വിചാരവും വേണം. വെറും ആചാരം മാത്രം പോരാ, വിചാരം കൂടെ വേണം. നമ്മൾ തൊഴുതു പോയാൽ മാത്രം പോരാ, നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണ്, ആരാണ് ഈ ഭഗവാൻ? ഈ വിഗ്രഹത്തിൽ കാണുന്ന ഭഗവാൻ എവിടെയാണ്? എങ്ങനെയാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നത്? ഏത് രൂപത്തിലാണ് ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കുക? ഒരു കുട്ടിക്ക് ഒരു മോഹം കണ്ട് ഭഗവാനെ കാണണം. അദ്ദേഹം ഒരു ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് ഭഗവാനെ ഒന്ന് കാണിച്ചു തരുമോ? ഒരു കുട്ടിയുടെ മോഹം. കുട്ടി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടിയല്ല, ഒരു 10-40 വയസ്സുള്ള ഒരാളാണ് ഈ പോകുന്നത്. അപ്പൊ കുറെ കാലമായിട്ട് ഇതിനെക്കുറിച്ച് കേട്ടുന്ന ആളാണ്. കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോയ ആളാണ്. എനിക്ക് എനിക്ക് ഭഗവാനെ കാണാം. അപ്പൊ ഒരു വലിയ ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാനെ കാണാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, കാണിച്ചു തരാം, നാളെ വരിക. അപ്പൊ ഇദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ചെന്ന സമയത്ത് ഗുരു പറഞ്ഞു, അല്ല എന്താ വന്നതെന്ന് ചോദിച്ചു. അല്ല ഗുരു, അങ്ങനെ ദൈവത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞത്. അപ്പൊ ഈശ്വരനെ കാണിച്ചു തരാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് ഭഗവാനെ കാണണം, ഒന്ന് കണ്ണുകൊടുക്കാം. ഉടനെ ഗുരു പറയാണ്, ഒരു കാര്യം ചെയ്യും, ഇന്ന് വേണ്ട, നാളെ കാണിച്ചു തരാം. ഗുരു പോസ്റ്റ്പോൺ ചെയ്തു. പിറ്റേ ദിവസം ഈ ചെറുപ്പക്കാരൻ കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഗംഭീരനായിട്ട് ഗുരുവിന്റെ മുന്നിൽ ഇരുന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല അങ്ങ് മറന്നിട്ടില്ലല്ലോ. ചേച്ചി ഗുരു ചോദിച്ചു, എന്താ കാര്യം? അങ്ങ് ഈശ്വരനെ കാണിച്ചു തരാന്ന് പറഞ്ഞ ദിവസമാണെന്ന്. ഇന്നാണോ പറഞ്ഞത്? ഒരു കാര്യം, നാളെ വരുന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരന് മനസ്സിലായത് ഈ ഗുരു കാണിച്ചു തരാൻ പോകില്ല, കാരണം ഇയാൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ചെറുപ്പക്കാരൻ ചോദിച്ചു ദൈവത്തിനോട്, അല്ല ഗുരു അങ്ങേക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞു, വെറുതെ കളിക്കില്ല. ഇന്ന് കളിപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല, അവിടെ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. ഉടനെ ഗുരു പറഞ്ഞു, എന്താ അവിടുത്തെ ആവശ്യം? അല്ല ഭഗവാനെ കാണും, നാളെ എന്തായാലും കാണിച്ചു. പിറ്റേ ദിവസം ഈ ചെറുപ്പക്കാരൻ വന്നു, ഗുരുവിന്റെ അടുത്തെത്തി. അപ്പൊ ഗുരു ചോദിച്ചു, ഭഗവാനെ കാണുന്നത് ചോദിച്ചു. അതെ, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സന്തോഷമായി, ഭഗവാനെ കാണാൻ പോവാണ്.
കണ്ണുകൊണ്ട് ജീവനുള്ള ഭഗവാനെ കാണാം. നിങ്ങൾക്കൊക്കെ മോഹല്ലേ? എന്തോ ഇല്ല, എത്ര പേർക്കുണ്ട്? കുറെ പേര്. കണ്ണുകൊണ്ട് ജീവനുള്ളൊരു ഭഗവാൻ. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ നിന്നോ, അദ്ദേഹത്തിന് ഇങ്ങനെ ആശ്ചര്യം വരുന്നത് കണ്ണില് ജീവനുള്ള ഭഗവാനെ കാണാൻ പോവുക. ആ സമയത്ത് ഗുരു ചോദിച്ചു, വിഷമം തോന്നുന്നത് ഏത് ഭഗവാനെയാണ് കാണേണ്ടത്? കാരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുള്ളത് കൊണ്ട് ഏത് ഭഗവാനെയാണ് ചെറിയൊരു സംശയം. ഇനിയിപ്പോൾ അത് വേണ്ട, കാരണം കുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹം വേറെ കാണിച്ചു കൊടുത്ത് വേറെ എന്നാണെങ്കിൽ ഇല്ലേ, ചോദിച്ച സാധനം ഒന്നും കൊടുക്കുന്നത് വേറെ എന്നാണെങ്കിൽ ഇഷ്ടപ്പെട്ടോളുന്നില്ല. നമുക്കാണെങ്കിൽ തിങ്കളാഴ്ച ശിവനാണ് ശക്തി, ചൊവ്വാഴ്ച ദേവിക്കാണ് ശക്തി, ബുധനാഴ്ച ആർക്കാ എനിക്കറിയില്ല, വ്യാഴാഴ്ച ഗുരുവായൂരപ്പനാണ് ശക്തി, വെള്ളിയാഴ്ച വീണ്ടും ദേവിക്കാണ്, ശനിയാഴ്ച ആർക്കായിക്കോട്ടെ കുഴപ്പമില്ല. എന്തായാലും 30 കോടി ദേവന്മാരുള്ള ഒരു ഭാരതീയ സംസ്കാരത്തിൽ ഏത് ഈശ്വരനെ, ഇനി ഗുരുവായൂരപ്പനെ തന്നെ എടുത്തോളൂ നിങ്ങൾ. ഗുരുവായൂരപ്പന്റെ ഏത് രൂപം? ഇവിടെ തന്നെ നിങ്ങൾ ഗുരുവായൂരത്ത് ഒരാൾ വന്നിരുന്ന രാവിലത്തെ രൂപാവില്ല, ഉച്ചയ്ക്കത്തെ രൂപാവില്ല, വൈകുന്നേരത്തെ രൂപാവില്ല, രാത്രിയാകുമ്പോൾ അല്ലെ രൂപങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഏത് ഗുരുവായൂരപ്പന്റെ രൂപമാണ് നമുക്ക് കാണേണ്ടത്? കുട്ടിക്ക് ഏത് ദൈവത്തിനെയാണ് കാണുന്നത്? അപ്പോഴാണ് ഇവരിങ്ങനെ ആലോചിച്ചത്, ഏത് ദൈവത്തിനെ കാണുന്നത്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മനസ്സ് പറയുന്ന ശിവനല്ലേ കാണുന്നത്? ശിവൻ എന്ന് പറയുമ്പോഴേക്കും മനസ്സ് ഗണപതി അല്ലേ എന്നത്? ഇതൊക്കെ കഴിഞ്ഞത് അവസാനം ഉറപ്പിച്ചു കൃഷ്ണൻ. കൃഷ്ണനെ തന്നെ ഏത് കൃഷ്ണനെ? അത് അതിലേറെ സംശയം. കൃഷ്ണന്മാരുണ്ടല്ലോ ഒരുവിധം, പല വിധത്തില്. ഇതിപ്പോ ബാലഗോപാലിനെ കാണോ, കാളിയമർദ്ദനം കാണണോ, ഓടക്കുഴൽ പിടിച്ച കൃഷ്ണനെ കാണോ, രാധാസമേത കൃഷ്ണനെ കാണോ, പത്മനാഭസ്വാമി ആണെങ്കിലും ഏറ്റവും വില കൂടിയ സ്വാമിയാണ്. ഗുരുവായൂരപ്പനെ കടത്തി വെട്ടിയോ എന്നൊരു സംശയം. ഒന്ന് കാണിക്കേണ്ടെന്നൊക്കെ ജ്യോത്സ്യന്മാര് പറഞ്ഞിരിക്കുന്നത്. കാണാതെ തന്നെ ഇത്ര കേമനാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഏത് ഭഗവാനെയാണ്? ഇതിങ്ങനെ മനസ്സിൽ വന്നു. അപ്പൊ ഉടനെ ശിഷ്യൻ ഈ കുട്ടി പറയാണ്, ഗുരു ഒരു കാര്യം ചെയ്യും, നാളെ വന്ന് നിൽക്കോളാം. കാരണം ഇന്നിപ്പോ സംശയമാണ് ഏത് ഭഗവാനെ കാണേണ്ടത്. ഈ സംശയം നമുക്കൊക്കെ ഉണ്ടാകില്ലേ? ഉണ്ടാവുകയില്ല. ഇനി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലുണ്ടല്ലോ നമ്മൾ വിശ്വസിച്ചോളന്നില്ല, നമ്മൾ എനിക്ക് ദേഹ വേഷം കിട്ടിയതാണ്. കാരണം ഈ പുലിവ് കളിയും മറ്റുള്ള കളികളും പല വേഷങ്ങളും ഉള്ള ഒരു കാലത്ത് ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നമ്മൾ വിശ്വസിച്ചോളന്നില്ല. ഉണ്ടോ? നിങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് രാത്രി നിങ്ങളുടെ റൂമിൽ ഒരാള് മുട്ടി വിളിച്ചിട്ട് അയാൾ ശരീരത്തിൽ എല്ലാ രൂപത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾ ഉടനെ പോലീസിനെ വിളിക്കും. ഗുരുവായൂരപ്പനാണെന്ന് ആ സമയത്ത് തോന്നില്ല. ശരിയല്ലത്. ഈ കുട്ടിക്ക് സംശയത്തിൽ ഏത് ഭഗവാനെയാണ്? എന്തിനു പറയണോ? പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, അല്ല എനിക്കൊരു വ്യക്തതയില്ല ഏത് ഭഗവാനെ കാണാൻ. അങ്ങേതാ പ്രിഫർ ചെയ്യുന്നത്? ഈ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു ഏതാ പറയുന്നത്? അത് ഞാൻ കണ്ടോളാം. ഉടനെ ഗുരു പറയുകയാണ്, ഞാൻ ഏത് രൂപത്തെ കാണിച്ചു തന്നാലും ആ രൂപം ഒരുപക്ഷെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുട്ടിയുടെ മനസ്സിൽ ഇതായിരുന്നില്ല കാണേണ്ടത്, വേറൊന്നായിരുന്നു. അപ്പൊ സംശയങ്ങളാണ്. അപ്പൊ ചോദിച്ചു, അവസാനം ചോദിക്കുന്നതാണ്, ഭഗവാനെ കാണണോ ഭഗവാനെ